2025 മെയ് മാസം 14-ാം തീയതി, അതായത് കൊല്ലവർഷം 1200 മെയ് മാസം 31-ാം തീയതി രാത്രി 10:08 ഇടവൻ രാശിയിൽ നിന്ന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഈ വ്യാഴമാറ്റം പൂരം നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഈ വ്യാഴമാറ്റം പൊതുവില് പൂരം നക്ഷത്രക്കാർക്ക് ഗുണപരമായിട്ടുള്ള ഒരു കാലയളവാണ് സൂചിപ്പിക്കുന്നത്. എന്നിരിക്കലും ചിലയിടങ്ങളിൽ ചില ദോഷങ്ങളും കാണാറുണ്ട്. അപ്പോൾ ആ ദോഷങ്ങൾ എന്തൊക്കെയാണ്, ആ ദോഷങ്ങളെ എങ്ങനെ നിവാരണം ചെയ്യണം, ഗുണം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ഹരിചന്ദന മഠം. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ, ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ, മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ലഭ്യമാകുന്നതാണ്. മാത്രമല്ല, ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന്, അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി കിട്ടുന്നതാണ്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും ഇപ്രകാരം കമന്റ് ചെയ്യുക. അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം. വ്യാഴം മെയ് 14 മിഥുനൻ രാശിയിൽ 158 ദിവസക്കാലം സഞ്ചരിക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 18-ാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും. അതിനെ തുടർന്ന് 25 ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ 11 വ്യാഴം വക്രഗതിയിൽ 49 ദിവസം അവിടെ സഞ്ചരിക്കുന്നു. അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 5-ാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം 97 ദിവസക്കാലം, അതായത് മാർച്ച് മാസം 11 വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. തുടർന്ന് 84 ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം 2026 വർഷം ജൂൺ മാസം 2-ാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും. അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പൂരം നക്ഷത്രക്കാർ ചിങ്ങക്കൂറിലാണ് ജനിക്കുന്നത്. വ്യാഴം 11-ലാണ്. ഇത് നേട്ടം ഉളവാക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ ഈ കാലയളവ് ഗുണകരമാകും. പുതിയ ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. കാറ്, മറ്റ് വാഹനങ്ങൾ സ്വന്തമാക്കാൻ യോഗമുണ്ട്. പുതിയ തൊഴിൽ മേഖല നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കിട്ടുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നതാണ്. കുറെ നാളായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയത്തിന് പരിഹാരം ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ്. കല്യാണ കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടായി വരുന്നതാണ്. പ്രണയം വിവാഹ കാര്യത്തിൽ എത്തിച്ചേരുന്നതാണ്. എന്നാൽ ആലോചനയില്ലാത്ത എടുത്തുചാട്ട സ്വഭാവം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അനവസരത്തിലുള്ള വാക്പ്രയോഗങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പുകളിൽ വിജയസാധ്യതയുണ്ട്. പഠനത്തിൽ പുരോഗതി കൈവരിക്കും. എഴുത്ത് പരീക്ഷകളിൽ വിജയം ഉറപ്പാണ്. സാമ്പത്തിക മേഖല ഭദ്രമാക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. എന്നാൽ ആരോഗ്യപരമായിട്ട് കാലം അത്ര അനുകൂലമല്ല. ഉദര സംബന്ധിയായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. വാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കാലിനെയോ കൈയെയോ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നടപ്പിൽ വരുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഉദാസീനത മൂലം ചില കാര്യങ്ങളെ മാറ്റിവെക്കുന്നത് നമ്മുടെ വിജയ സാധ്യതയെ കുറയ്ക്കുന്നതാണ്. ഉത്തരവാദിത്വമില്ലായ്മ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് ചില
തിരിച്ചടികൾക്ക് കാരണമാകുന്നതാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ചെന്ന് ഇടപെടുന്നത് ചില കേസ് വഴക്കുകൾക്ക് കാരണമാകുന്നതാണ്. ആ കേസ് വഴക്കുകളാകട്ടെ നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നതുമായിരിക്കും. വാഹനയാത്രയിൽ അമിത വേഗത പാടില്ലാത്തതാകുന്നു. വീഴ്ച, വലത് കാൽമുട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം. അപ്പോൾ വ്യാഴമാറ്റം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ദോഷങ്ങൾ കുറയാനും ഗുണങ്ങൾ വർദ്ധിക്കാനുമുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭാഗവതം പാരായണം ചെയ്യുക, വിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക. ഏകാദശി ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സന്ധ്യാദീപാരാധന തൊഴുക. വൈഷ്ണവ യന്ത്രം യഥാവിധി ഏലസായി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. ഗണപതിക്ക് ചതുർത്ഥി ദിവസം നാളികേരം ഉടയ്ക്കുക. ശ്രീകൃഷ്ണന് മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം 7 കദളിപ്പഴം ചേർത്ത പാൽപ്പായസം സമർപ്പിക്കുക തുടങ്ങിയവ ദോഷപരിഹാരമാകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.